നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും രാവിലെയിലേക്ക് സ്വാഗതം. ഒരു പുതിയ ദിവസത്തിന്റെ തുടക്കത്തിലേക്ക് സ്വാഗതം. അമേരിക്കയിൽ വീണ്ടും ട്രംപ് യുഗം ആരംഭിച്ച ദിവസമാണിത്. അമേരിക്കയുടെ 47ാം പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ചുമതലയേറ്റു. അദ്ദേഹം വളരെ നിർണായകമായ ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതാണ് ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഒരു ദിവസം തുടങ്ങുമ്പോൾ. പക്ഷേ നമ്മൾ ആദ്യം പോകുന്നത് നമ്മുടെ ചുറ്റുമുള്ള വാർത്തകളിലേക്കാണ്. ആദ്യം കാണാം നാട്ടിലെന്തുണ്ട്. മലപ്പുറം കോട്ടക്കലിൽ നിന്നാണ് ആദ്യ വാർത്ത. കോട്ടക്കലിൽ അനർഹർ ക്ഷേമ പെൻഷൻ വാങ്ങിയതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ സംഭവത്തിൽ PF പെൻഷനൊപ്പം ക്ഷേമ പെൻഷനും കൂടി വാങ്ങിയവരിൽ നിന്ന് മുഴുവൻ തുകയും പലിശ സഹിതം ഈടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. നഗരസഭയിലെ നായാടിപ്പാറ വാർഡിലാണ് അനർഹർ ക്ഷേമ പെൻഷൻ വാങ്ങിയതുമായി ബന്ധപ്പെട്ട് അടിയന്തര കൗൺസിൽ യോഗത്തിൽ തീരുമാനമെടുത്തത്. കോട്ടക്കൽ നഗരസഭയിലെ നായാടിപ്പാറ വാർഡിൽ അനർഹർ ക്ഷേമ പെൻഷൻ വാങ്ങിയതുമായി ബന്ധപ്പെട്ടാണ് നഗരസഭയിൽ അടിയന്തര കൗൺസിൽ യോഗം ചേർന്നത്. യോഗത്തിൽ തുക തിരിച്ചുപിടിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു. സർക്കാർ നിർദ്ദേശപ്രകാരമാണ് യോഗം ചേർന്നത്. ധനവകുപ്പും വിജിലൻസുമാണ് ചിലർ അനർഹമായി പെൻഷൻ വാങ്ങിയതായി ആദ്യം കണ്ടെത്തിയത്. പിന്നീട് നഗരസഭ നിയോഗിച്ച സമിതിയും 27 പേർ അനർഹമായി പെൻഷൻ കൈപ്പറ്റിയതായി കണ്ടെത്തിയിരുന്നു. തുടർ നടപടികൾ സ്വീകരിക്കാൻ ധനവകുപ്പ് ഡയറക്ടറെയും തദ്ദേശഭരണ ഡയറക്ടറെയും ധനവകുപ്പ് ചുമതലപ്പെടുത്തി. പെൻഷൻ ഇനത്തിൽ വാങ്ങിയ തുക അനർഹരിൽ നിന്ന് പിഴ സഹിതം തിരിച്ചുപിടിക്കുന്ന കാര്യമെല്ലാം ഈ വിഭാഗങ്ങളാണ് തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായാണ് കൗൺസിൽ യോഗം വിളിക്കാൻ നഗരസഭയോട് ആവശ്യപ്പെട്ടത്. യോഗത്തിൽ നഗരസഭയിലെ നായാടിപ്പാറ വാർഡിൽ അനർഹർ ക്ഷേമ പെൻഷൻ വാങ്ങിയ സംഭവത്തിൽ PF പെൻഷനൊപ്പം ക്ഷേമ പെൻഷനും വാങ്ങിയവരിൽ നിന്ന് മുഴുവൻ തുകയും പലിശ സഹിതം ഈടാക്കാൻ തീരുമാനമായി. അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയവരിൽ നിന്ന് അനധികൃതമെന്ന് കണ്ടെത്തിയതു മുതലുള്ള തുകയും തിരിച്ചു വാങ്ങും. ന്യൂസ് 18 തിരൂർ. ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് അനുവദിച്ചെങ്കിലും പണം കിട്ടുന്നില്ലെന്ന് പരാതി. കണ്ണൂർ നടുവിൽ പഞ്ചായത്തിലെ ആനക്കുഴി സ്വദേശിനി മറിയമാണ് ഇങ്ങനെ ഒരു പരാതിയുമായി രംഗത്തെത്തിയത്. 1.5 വർഷം മുമ്പാണ് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മറിയത്തിന്റെ കുടുംബത്തിന് നടുവിൽ പഞ്ചായത്ത് വീട് അനുവദിച്ചത്. ആദ്യ ഗഡുവായി 40,000 രൂപയും 1 വർഷം മുമ്പ് നൽകി. എന്നാൽ പിന്നീട് 1 രൂപ പോലും ഇവർക്ക് ലഭിച്ചതുമില്ല. ഇവിടെ പഴയ വീടുണ്ടായിരുന്നു. അത് കട്ട വീടാണ്. 19 വർഷം ആയ വീടാണ്. അതിപ്പം മാറാതെ ഞങ്ങൾക്ക് പറ്റത്തില്ല. അപ്പോൾ ഞങ്ങൾ എല്ലാ വർഷവും പ്ലാസ്റ്റിക് ചീട്ടിയാണ് താമസിക്കുന്നത്. പിന്നെ പയ്യ താളായതുകൊണ്ട് പിന്നെ അതിന് കൂടുതൽ പാസ്സായി. അപ്പോൾ അവർ നമുക്ക് ഡിസംബറിൽ പൈസ പാസ്സായിരുന്നു. പിന്നെ എടുത്തത് ഏപ്രിലാണ്. ഞങ്ങൾ നോൻപിലായിട്ട് അത് കഴിഞ്ഞിട്ട് വീട് നോക്കാമെന്ന് ഓർത്തിട്ട് ഞങ്ങൾ പിന്നെ കുറച്ച് ലേറ്റായി. അതേ പിന്നെ പൈസ ഇങ്ങനെ എടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾക്ക് വേറെ പൈസ കിട്ടിയിരുന്നില്ല. പിന്നെ തീരുമാനമാക്കി ചെയ്തോ പൈസ ഞങ്ങൾക്ക് വരും എന്നൊക്കെ പറഞ്ഞിട്ട് വരില്ല. ഞങ്ങൾക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ട് വരുന്നതുകൊണ്ട് അവിടെ നിന്നൊക്കെ പൈസയൊക്കെ കടമൊക്കെ ആക്കിയിട്ട് ഒരു വാർക്ക് വരെ വെള്ളം കിട്ടി. പിന്നെ എന്തിനും വെള്ളം പറ്റിപ്പോയായിരുന്നു. പിന്നെ അയൽക്കാരന് സഹകരിച്ചു വീട് യുദ്ധത്തിലാക്കി. അപ്പം വിളിക്കുമ്പം പറയുന്നത് പൈസ വന്നില്ല, പൈസ വരുമ്പം ഞങ്ങളോട് പറയാം ഇടാന്നൊക്കെയാണ് പറയുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ചെറിയ വീട് പൊളിച്ചു നീക്കിയാണ് ഈ കാണുന്ന തരത്തിൽ ഒരു വീട് നിർമ്മിച്ചത്. 2 ബെഡ്റൂമും ഹാളും ശൗചാലയവും ഉള്ള ഒരു കുഞ്ഞു വീട്. ബാക്കി ഗഡു ഉടൻ അനുവദിച്ചു തരുമെന്നുള്ള അധികൃതരുടെ വാക്കുകൾ കേട്ടാണ് കിട്ടിയ പണവും മറ്റുള്ളവരിൽ നിന്നും കടം വാങ്ങിയും എല്ലാം കൂട്ടി ഇത്രത്തോളം എത്തിച്ചത്. എന്നാൽ പണം ലഭിക്കാതെ വന്നതോടെ ഇവരാകെ ദുരിതത്തിലായിരിക്കുകയാണ്. മറിയത്തിൻ്റെ ഭർത്താവ് ആലി സ്ട്രോക്ക് വന്നതിനാൽ തളർന്നു കിടക്കുന്നു. വാസയോഗ്യമല്ലാതെ ഉപേക്ഷിച്ച് കിടന്ന അയൽവാസിയുടെ പഴയ വീടിന് മുകളിൽ പ്ലാസ്റ്റിക് വലിച്ചു കെട്ടിയാണ് ഇപ്പോൾ ഇവരുടെ താമസം. മഴക്കാലം വരുന്നതിന് മുമ്പെങ്കിലും വീടിന്റെ പണി പൂർത്തിയാക്കാൻ അധികൃതർ സഹായിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ഇത് മറിയത്തിന് മാത്രം വിഷയമല്ല. ഫണ്ട് വിതരണത്തിലെ അപാകത കാരണം ഇത്തരത്തിൽ ഒട്ടേറെ കുടുംബങ്ങളാണ് കണ്ണൂർ ജില്ലയിൽ തന്നെ ദുരിതത്തിലായിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഈ കുടുംബങ്ങൾക്ക് ഒരു വീടെടുക്കുവാനുള്ള സംവിധാനം ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് അപേക്ഷിക്കുവാനുള്ളത്. ശ്രീനി ആലക്കോട്ട്, ന്യൂസ് 18 കണ്ണൂർ. കോഴിക്കോട് വിലങ്ങാട് മേഖലയിൽ കടുത്ത ഉരുൾപൊട്ടൽ ഭീഷണി. ഈ ഭാഗത്ത് വലിയ രീതിയിലുള്ള വരൾച്ച കൂടി അനുഭവപ്പെടുകയാണ്. കുടിവെള്ളക്ഷാമം രൂക്ഷമായതോടെ ഈ പ്രദേശത്തെ നാട്ടുകാർ ആശങ്കയിലാണ്. വേനൽ കടുക്കുമ്പോൾ ഇപ്പോഴുള്ള ബുദ്ധിമുട്ട് കൂടിയേക്കും. കടുത്ത വരൾച്ചയിലേക്ക് നീങ്ങുകയാണ് വിലങ്ങാട്. വേനലെത്തും മുൻപേ മയ്യഴിപ്പുഴ വറ്റിത്തുടങ്ങി. ആദ്യമേ പുഴയ്ക്ക് നല്ലൊരു സ്ട്രക്ചർ ഉണ്ടായിരുന്ന സാധനമാണ്. പിന്നെ ഈ ഉരുൾ പൊട്ടിയതിന് ശേഷം പുഴയിലെ മൊത്തം കല്ലും തടി കഷ്ണങ്ങളെല്ലാം വന്നുകൊണ്ട് അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണെങ്കിലും ഇനിയുള്ള സമയത്താണെങ്കിലും ഈ ഒരു വെള്ളത്തിൻ്റെ ഒരു പോക്കിൻ്റെ അല്ല ചലനത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇനിയൊരു വലിയൊരു മഴയോ ഉരുൾപൊട്ടലോ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ
അത് പുഴ മുഴുവൻ കവിഞ്ഞ് മറ്റ് പറമ്പുകളിലേക്കോ അല്ലെങ്കിൽ പോകാനൊക്കെ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെയാണെങ്കിലും പ്രത്യേകിച്ച് ഇപ്പം മനുഷ്യരുടെ കുടിവെള്ളത്തിനാണെങ്കിലും ഇപ്പോൾ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഈ പുഴയുടെ ചിലയിടത്തൊക്കെ ഈ സ്ഥാനം മാറി ഒഴുകിയതും അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതെല്ലാം ഒരു കുടിവെള്ളത്തിനാണെങ്കിലും അല്ലെങ്കിൽ മറ്റൊരു ആവശ്യങ്ങൾക്കാണെങ്കിലും ഒരു ബുദ്ധിമുട്ടായി മാറിയിട്ടുണ്ട്. പുഴയുടെ ഉത്ഭവ കേന്ദ്രങ്ങളായ പുല്ലുവ, മലയങ്ങാട് പുഴകളാണ് വറ്റിയത്. കഴിഞ്ഞ ജൂലൈ 30-ന് ഉരുൾപൊട്ടി മലവെള്ളം കുത്തിയൊലിച്ച പുഴകളിൽ ഡിസംബറിൽ തന്നെ വെള്ളം വറ്റിയിരുന്നു. പുഴയിൽ വെള്ളം തീരെ ഇല്ല, ഒഴുക്ക് കുറഞ്ഞു, വെള്ളത്തിൻ്റെ നിറമെല്ലാം മാറി, കല്ലിൻ്റെ എല്ലാം നിറം മാറി. പിന്നെ ഞങ്ങളെല്ലാം കുടിക്കുന്നത് ഓസിട്ട് വെള്ളം എടുത്താണ് ഞങ്ങളെല്ലാം കുടിക്കുന്നത്. ഇപ്പോൾ ഓസിട്ടാലും നല്ല വെള്ളം കിട്ടാനില്ല, ലേശം വെള്ളം ആകെ പുഴയിലുള്ളൂ. വടകര ബീച്ച് ഭാഗം ഉൾപ്പെടെയുള്ള 7 പഞ്ചായത്തുകളിൽ കുടിവെള്ളം വിതരണം ചെയ്യുന്നത് മയ്യഴിപ്പുഴയിലെ വിഷ്ണുമംഗലം ബണ്ടിൽ നിന്നാണ്. പുഴ വറ്റിയതോടെ ബണ്ടിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞു. ബണ്ടിന് താഴെയുള്ള ഭാഗങ്ങളിലും ജലവിതാനം താഴ്ന്നു. ന്യൂസ് 18 വിലങ്ങാട്. മൂന്നാറിൽ ഹൈടെക് നിലവാരത്തിൽ സ്വകാര്യ ബസ് സ്റ്റാൻഡ് വേണമെന്ന ആവശ്യം അവിടെ ശക്തമാവുകയാണ്. നിലവിൽ അസൗകര്യങ്ങളുടെ നടുവിൽ നട്ടം തിരികെയാണ് മൂന്നാറിലെ സ്വകാര്യ ബസ് സ്റ്റാൻഡ്. ഇത്രയധികം ടൂറിസ്റ്റുകൾ എത്തുന്ന സ്ഥലമായിട്ടും ഒരു സൗകര്യവുമില്ലാതെ ടാക്സി സ്റ്റാൻഡിനുള്ളിലാണ് ഇപ്പോൾ ബസ് സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നത്. സംസ്ഥാനത്തെ തന്നെ ഏറ്റവും പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് മൂന്നാർ. എന്നാൽ നൂറുകണക്കിന് ആളുകൾ വന്നുപോകുന്ന മൂന്നാറിൽ മതിയായ അടിസ്ഥാന സൗകര്യങ്ങളോടെ ഒരു സ്വകാര്യ ബസ് സ്റ്റാൻഡ് ഇനിയും നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടില്ല. അസൗകര്യങ്ങളുടെ നടുവിലാണ് നിലവിൽ മൂന്നാറിലെ സ്വകാര്യ ബസ് സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നത്. 3-4 ബസ്സുകൾ മാത്രം നിർത്തിയിടാൻ സൗകര്യമുള്ള സ്റ്റാൻഡിലെ തിരക്ക് പലപ്പോഴും വാക്ക് തർക്കങ്ങൾക്ക് കാരണമാകാറുണ്ട്. ടാക്സി ജീപ്പുകളും ഓട്ടോറിക്ഷകളും പാർക്ക് ചെയ്യുന്നതിനാൽ വളരെ ഇടുങ്ങിയ വഴിയിലൂടെ ബസ്സുകൾക്ക് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കാനാകൂ. ഹൈടെക് നിലവാരത്തിൽ മൂന്നാറിൽ ഒരു സ്വകാര്യ ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമാക്കണമെന്നാണ് ആവശ്യം. ഒരു ബസ് സ്റ്റാൻഡ് എന്നത് ഒരു സ്വപ്നമായി മാത്രം തീർന്നുകൊണ്ടിരിക്കുകയാണ്. പല കമ്മിറ്റികളിലും ഈ ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പല തീരുമാനങ്ങൾ എടുത്താലും എന്നാൽ നാളിതുവരെ അത് നിലവിൽ വന്നിട്ടില്ല. ഒരു നല്ല ഹൈടെക് രീതിയിലുള്ള ഒരു ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നതിനും അതോടൊപ്പം തന്നെ ആ ബസ് സ്റ്റാൻഡിൽ ടോയ്ലറ്റുകൾ നിർമ്മിക്കുന്നതിനും ഉടനടി തന്നെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. യാത്രക്കാർക്ക് ആവശ്യമായ ഇരിപ്പിടങ്ങളും നിലവിലെ ബസ് സ്റ്റാൻഡിലില്ല. ഇടയ്ക്ക് സ്വകാര്യ ബസ് സ്റ്റാൻഡ് ലക്ഷ്മി റോഡിലേക്ക് മാറ്റിയിരുന്നു. നിലവിൽ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ ഭാഗത്തെ ടാക്സി സ്റ്റാൻഡിനുള്ളിലാണ് ബസ് സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നത്. 2018-ലാണ് BSNL ഓഫീസിന് സമീപത്ത് നിന്ന് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലേക്ക് ബസ് സ്റ്റാൻഡ് മാറ്റി സ്ഥാപിച്ചത്. നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന ഇവിടെ മെച്ചപ്പെട്ട നിലവാരത്തിൽ ഒരു ബസ് സ്റ്റാൻഡ് ഇല്ലാത്തത് എല്ലാവരെയും വലയ്ക്കുന്നുണ്ട്. ന്യൂസ് 18 മൂന്നാർ. ഇടുക്കി, കോട്ടയം ജില്ലകളുടെ അതിർത്തി നിർണ്ണയിക്കാത്തത് ടൂറിസം കേന്ദ്രമായ ഇലവീഴ പൂഞ്ചിറയിലെ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകുന്നതായി പരാതി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഫണ്ട് ഉപയോഗിച്ച് നടപ്പാക്കാൻ തീരുമാനിച്ച പദ്ധതികൾ പോലും ഈ അതിർത്തി തർക്കത്തിൽ തട്ടി ഇപ്പോൾ മുടങ്ങിയ സ്ഥിതിയാണ്. മലനിരകളാൽ ചുറ്റപ്പെട്ട മലങ്കര ജലാശയം മുതൽ കോട്ടയം, ഇടുക്കി, എറണാകുളം തുടങ്ങി വിവിധ ജില്ലകളുടെ ദൂരക്കാഴ്ചകൾ വരെ സമ്മാനിക്കുന്ന ഇടമാണ് ഇലവീഴ പൂഞ്ചിറ. സമുദ്രനിരപ്പിൽ നിന്നും 3200 അടി ഉയരമുള്ള ഈ ടൂറിസം കേന്ദ്രത്തിലേക്ക് നൂറുകണക്കിന് സഞ്ചാരികളാണ് ദിനം പ്രതി എത്തുന്നത്. പൂഞ്ചിറ മലനിരയുടെ ഒരു വശം കോട്ടയവും മറുവശം ഇടുക്കിയുമാണ്. എന്നാൽ 2 ജില്ലകൾ തമ്മിൽ കൃത്യമായി അതിർത്തി നിർണ്ണയിക്കാത്തത് വികസന പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ഈ കോട്ടയം ജില്ലയുടെയും ഇടുക്കി ജില്ലയുടെയും അതിർത്തി പ്രദേശമാണ് ഇലവീഴ പൂഞ്ചിറ. പക്ഷേ ഈ അതിർത്തി പ്രദേശത്തെ അതിർത്തി ഇതുവരെ വ്യക്തമായി നിർണ്ണയിക്കപ്പെടാത്തതിനാൽ ഇടുക്കി ജില്ലയുടെ എവിടെയാണ് ഒരു വാഷേരി നിർമ്മിക്കേണ്ടതെന്ന് അറിയാത്തത് കൊണ്ട് ആ ഫണ്ട് ലാപ്സായി പോവുകയാണ് ഉണ്ടാകുന്നത്. കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ കേരള സർക്കാരും ഒക്കെ ടൂറിസം വികസനത്തിന് അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ടൂറിസം എന്ന പേരിൽ വലിയ വലിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ ഇതുപോലെ പ്രകൃതി മനോഹരമായ ഒരു മേഖലയിൽ ഒരു സിനിമ പോലും നിർമ്മിച്ച ആ സിനിമ കണ്ട ആളുകൾ ധാരാളമായി എത്തിച്ചേരുന്ന ആയിരക്കണക്കിന് ആളുകൾ എത്തിച്ചേർന്ന ഈ ഹിൽ സ്റ്റേഷനിൽ ഇവിടെ ഇത്തരത്തിലുള്ള ഭൂമിശാസ്ത്രപരമായ അല്ലെങ്കിൽ ഭരണപരമായ തർക്കങ്ങളുടെ പേരിൽ നിർമ്മാണ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും നടത്താതെ പോകുന്നത് കൊണ്ട് ടൂറിസം മേഖലയ്ക്ക് നമുക്ക് ലഭ്യമാകേണ്ട യാതൊരു ആനുകൂല്യങ്ങളും കിട്ടാതെ പോവുകയാണ്. ഇടുക്കി ജില്ലയിലെ കുടയത്തൂർ, കോട്ടയം ജില്ലയിലെ മേലുകാവ് എന്നീ പഞ്ചായത്തുകൾക്ക് കീഴിലാണ് ഇലവീഴ പൂഞ്ചിറ ഉൾപ്പെടുന്ന ഈ പ്രദേശം. അടിസ്ഥാന വികസനത്തിന്റെ ഭാഗമായി ഇവിടെ ശുചിമുറി നിർമ്മിക്കാൻ ഇടുക്കി ജില്ലാ പഞ്ചായത്തിൽ നിന്നും 25 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ അതിർത്തി തർക്കത്തെ തുടർന്ന് പദ്ധതി ഉപേക്ഷിക്കേണ്ട സാഹചര്യമാണ്. താലൂക്ക് വികസന സമിതി യോഗത്തിലടക്കം പ്രശ്നം ഉന്നയിച്ചിരുന്നെങ്കിലും ഇതുവരെ പരിഹാരമായിട്ടില്ല.
രണ്ടു ജില്ലകൾ കൂടിച്ചേരുന്ന ഇവിടെ കൃത്യമായി അതിർത്തി നിർണയിച്ച് വികസന പ്രവർത്തനങ്ങൾ നടത്തണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ന്യൂസ് 18 ഇടുക്കി. ഇനി നമ്മളൊരു അപൂർവ ശേഖരത്തിന്റെ കാഴ്ചയാണ് കാണാൻ പോകുന്നത്. സംഗീതം ആസ്വദിക്കാൻ ഗ്രാമഫോൺ മുതൽ ഏറ്റവും ആധുനികമായുള്ള ഉപകരണങ്ങൾ വരെ സൂക്ഷിക്കുന്ന തിരുവനന്തപുരം സ്വദേശിയെ കാണാം. വെള്ളറട സ്വദേശി പ്രസാദിന്റെ പക്കലാണ് ഇങ്ങനൊരു അപൂർവ ശേഖരമുള്ളത്. ഗ്രാമഫോൺ മുതൽ പെൻഡ്രൈവ് വരെ 1.5 പതിറ്റാണ്ട് മുൻപാണ് പ്രസാദ് ഇവ ശേഖരിച്ചു തുടങ്ങിയത്. കൗതുകമുണർത്തുന്നതാണ് ഓരോ വസ്തുക്കളും. പ്രസാദിന് സംഗീതത്തോടുള്ള ഇഷ്ടം വ്യക്തമാക്കുന്നതാണ് ഇവയൊക്കെ. പഴയകാല പാട്ടുകളോടുള്ള അടങ്ങാത്ത കമ്പമാണ് ഗ്രാമഫോണിനോടുള്ള താല്പര്യത്തിന് പിന്നിൽ. ഇതിനു പുറമെ റെക്കോർഡ് പ്ലെയർ, പൂൾ ടേപ്പ്, ടേപ്പ് റെക്കോർഡർ, കാസറ്റ് ഡെക്ക്, ആദ്യകാല ഫോൺ റെക്കോർഡർ തുടങ്ങിയവയുമുണ്ട്. ഞാൻ ഈ 2010 കളക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ LP റെക്കോർഡ് ആദ്യം എനിക്ക് കിട്ടിയത് ഈ സത്യം ആഡിയോസിൻ്റെ ഒരു റെക്കോർഡ്. അപ്പോൾ ഞാൻ പോയപ്പോൾ തിരുവനന്തപുരത്ത് ഒരു മ്യൂസിക് ഷോപ്പിലുണ്ടായിരുന്നു. അത് എൻ്റെ കയ്യിൽ കിട്ടി. അതെൻ്റെ കയ്യിൽ കിട്ടിയെങ്കിലും ഇന്ന് പലരുടെയും കയ്യിൽ അതില്ല. അപ്പോൾ അതിനുശേഷമാണ് ഞാൻ ഇതിൻ്റെ കൂടുതൽ കളക്ഷൻ, ഒത്തിരി റെക്കോർഡുകൾ ഇറങ്ങിയിട്ടുണ്ടെന്നും ദാസേട്ടൻ്റെ തന്നെ ഒത്തിരി വോളിയങ്ങൾ മലയാളം പാട്ടിൻ്റെ ഇറങ്ങിയിട്ടുണ്ടെന്നൊക്കെ അറിഞ്ഞത്. അതനുസരിച്ച് ഞാൻ ഒത്തിരി കളക്ട് ചെയ്തിട്ടുണ്ട്. മലയാളം, തമിഴ്, ഇംഗ്ലീഷ്, ഹിന്ദി തുടങ്ങിയ ഭാഷകളിലെ 1000-ഓളം റെക്കോർഡുകളും 5000-ഓളം സ്റ്റീരിയോ കാസറ്റുകളും പ്രസാദിന്റെ ശേഖരത്തിലുണ്ട്. കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മയുടെ അംഗം കൂടിയാണ് പ്രസാദ്. പൊതുജനങ്ങൾക്ക് കാണാനും സംഗീതം ആസ്വദിക്കാനും വീടിനോട് ചേർന്ന് ഒരു മ്യൂസിയം തയ്യാറാക്കണമെന്നാണ് ആഗ്രഹം. ഉപകരണങ്ങളുടെ അറ്റകുറ്റപ്പണി നടത്താൻ ടെക്നീഷ്യന്മാരുടെ കുറവുള്ളതാണ് വെല്ലുവിളിയെന്ന് പ്രസാദ് പറയുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ഇനി ഇടുക്കിയിലേക്കാണ്. അവിടുത്തെ മനോഹരമായ ചില കാഴ്ചകളിലേക്ക്. ഇടുക്കിയുടെ മലമടക്കുകൾ കീഴടക്കിയ ഹൈറേഞ്ചുകാരെ പടം പിടിക്കാൻ പഠിപ്പിച്ച ഒരു ഫോട്ടോഗ്രാഫറുടെ കഥയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഇടുക്കി ഡാം ഇരിക്കുന്ന സ്ഥലം ആദ്യമായി ക്യാമറയിൽ പകർത്തിയത് ഈ തൊടുപുഴക്കാരനായിരുന്നു. ഫോട്ടോഗ്രാഫർ MJ ഫിലിപ്പ് വിട പറഞ്ഞെങ്കിലും ഫിലിപ്പിന്റെ ആ പഴയ സ്റ്റുഡിയോ തന്നെയാണ് അദ്ദേഹത്തിന്റെയും പുതുതലമുറയുടെയും ജീവിതമാർഗം. കൊലുമ്പനൊപ്പം മല കണ്ടിറങ്ങിയ മലങ്കര സൂപ്രണ്ട് WJ ജോൺ ആദ്യമെത്തിയത് തൊടുപുഴക്കാരനായ ഫോട്ടോഗ്രാഫർ ഫിലിപ്പിനടുത്തേക്കാകണം. 1930കളിൽ ഇടുക്കി അണക്കെട്ടെന്ന ആശയം ഉദിച്ചപ്പോൾ അണക്കെട്ടുയരേണ്ട സ്ഥലം ക്യാമറയിൽ പകർത്താൻ അന്നത്തെ മലങ്കര സൂപ്രണ്ടിനെ സഹായിച്ചതും ഫിലിപ്പായിരുന്നു. അങ്ങനെ അണക്കെട്ടുയരുന്നതിനു മുൻപ് സ്ഥലത്തുണ്ടായിരുന്ന കുത്തിയൊഴുകുന്ന വെള്ളച്ചാട്ടത്തിന്റെ ആദ്യ പടം ഫിലിപ്പിന്റെ ക്യാമറയിൽ പതിഞ്ഞു. പകർത്തുന്ന ഓരോ ചിത്രങ്ങളും ചരിത്രത്തിലെ ഏടുകളാകുമെന്ന് ഒരുപക്ഷെ ഫിലിപ്പ് കരുതി കാണില്ല. പക്ഷേ വർഷങ്ങൾക്കിപ്പുറം ഫിലിപ്പിന്റെ ചിത്രങ്ങൾ അപൂർവ ശേഖരങ്ങളായി. കിലോമീറ്ററുകളോളം കാൽനടയായി യാത്ര ചെയ്തും കുന്നും മലയും കയറിയുമായിരുന്നു അപ്പാപ്പന്റെ കാലത്തെ പടം പിടുത്തമെന്ന് കൊച്ചുമകൻ നിഖിൽ ഓർത്തെടുക്കുന്നു. പലതരത്തിലുള്ള ഫോട്ടോകൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. പണ്ട് കാലത്ത് ക്യാമറ തലയിൽ ചുമന്നുകൊണ്ടാണ്, ഇതുകൂടി ക്യാമറകൾ ചുമന്നുകൊണ്ടാണ് ഫോട്ടോ എടുക്കാൻ പോയിക്കൊണ്ടിരുന്നത്. ഇടുക്കിയിലേക്ക് ഇവിടുന്ന് അന്ന് വാഹന സൗകര്യം ഇല്ലാതിരുന്നതിൻ്റെ പേര് നടന്നൊക്കെ പോയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഒരു ഫോട്ടോയാണ് എടുക്കാൻ സാധിക്കുള്ളൂ, ഒരു ഫിലിമാണ് ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എത്ര സ്ലൈഡർ ഉണ്ടോ അതനുസരിച്ചാണ് ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ 1-2 സ്ലൈഡറാണ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ 2 ഫോട്ടോ എടുത്തിട്ട് തിരിച്ചു പോരുക, തിരിച്ചു വന്ന് സ്റ്റുഡിയോയിൽ വന്ന് അത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം നമുക്ക് അത് കിട്ടിയിട്ടുണ്ടോ എന്ന് പോലും അറിയാൻ സാധിക്കുകയുള്ളൂ. ഫോട്ടോ പിടിക്കുന്ന യന്ത്രം വാങ്ങാൻ ഇടുക്കിയിൽ നിന്ന് ആദ്യം കപ്പൽ കയറിയതും ഫിലിപ്പാണ്. അന്ന് കോട്ടും ടൈയും ഇട്ട് ഇടുക്കിയിലെത്തിയ ഫിലിപ്പിനു മുന്നിൽ പ്രമാണിമാർ പോലും പടം പിടിക്കാൻ അനങ്ങാതെ നിന്നു. ഇടുക്കിയിലെ തന്നെ ആദ്യത്തെ സ്റ്റുഡിയോ തൊടുപുഴയിൽ ആരംഭിച്ചതും ഫിലിപ്പായിരുന്നു. 1988-ൽ MJ ഫിലിപ്പ് ലോകത്തോട് യാത്ര പറഞ്ഞു. വർഷങ്ങൾക്കിപ്പുറം ഫിലിപ്പിന്റെ തലമുറ വഴിമാറിയില്ല. മകൻ MP ജോൺസന്റെയും ചെറുമകൻ നിഖിലിന്റെയും ജീവിതമാർഗമായിരുന്നത് ഫിലിപ്പിന്റെ ആ പഴയ ലോയൽ സ്റ്റുഡിയോ തന്നെയാണ്. ന്യൂസ് 18 തൊടുപുഴ. 5ാം ക്ലാസ്സുകാരിയായ ആദിശ്രീയും കൂട്ടുകാരും വളരെ വ്യത്യസ്തമായ ഒരു ഉദ്യമത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. 15,000 വിത്തുകൾ മുളപ്പിക്കാനാണ് ഈ കുട്ടിക്കൂട്ടത്തിന്റെ തീരുമാനം. നെടുങ്കണ്ടം പഞ്ചായത്ത് സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് ആദിശ്രീ. തന്റെ 10ാം പിറന്നാൾ ദിനത്തിൽ പയറിന്റെയും ചോളത്തിന്റെയും വിത്തുകൾ നിറച്ച പാക്കറ്റുകളുമായാണ് സ്കൂളിലെത്തിയത്. സ്കൂളിലെ 615 വിദ്യാർത്ഥികൾക്കും 25 അധ്യാപകർക്കും ആദിശ്രീ വിത്ത് നിറച്ച പാക്കറ്റുകൾ നൽകി. ഞാൻ പേപ്പർ കവറിലാണ്
പാക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ വലിച്ചെറിഞ്ഞാലും നമുക്ക് അതിലൂടെ മഴ പെയ്യുമ്പോൾ കിളുത്ത് വരും. അങ്ങനത്തെ രീതിയിലാണ് ഞാനിത് കൊടുത്തിരിക്കുന്നത്. ഞാനും എൻ്റെ അച്ഛയും കൂടെയാണ് ഞങ്ങളിത് പ്ലാൻ ചെയ്തത്. ആകെ 15,000 വിത്തുകൾ മുളപ്പിക്കാനാണ് തീരുമാനം. ചെറുപ്രായത്തിൽ തന്നെ പൊതുസ്ഥലങ്ങളിലടക്കം വൃക്ഷത്തൈകൾ നട്ടുപരിപാലിച്ച് പ്രകൃതി സംരക്ഷണത്തിന്റെ സന്ദേശം പകർന്നു നൽകുന്ന ആദിശ്രീയുടെ ഉദ്യമം സ്കൂളും ഏറ്റെടുത്തു. ആദിശ്രീ ഇതിന്റെ പിന്നിൽ വലിയ ഒരു ലക്ഷ്യമുണ്ട്. വിഷരഹിതമായ പച്ചക്കറി പഞ്ചായത്ത് UP സ്കൂളിലെ മുഴുവൻ കുട്ടികളുടെയും വീട്ടിൽ ഉൽപ്പാദിപ്പിച്ച് അത് കഴിക്കുക. അതിനുവേണ്ടിയുള്ള ഒരു വലിയ ശ്രമമാണ് ഈ മിടുക്കി ഈ പിറന്നാൾ ദിനത്തിൽ നടത്തിയിരിക്കുന്നത്. ബാംഗ്ലൂരിൽ നിന്നാണ് ആവശ്യമായ വിത്തുകൾ എത്തിച്ചത്. ഓരോരുത്തർക്കും നൽകേണ്ട വിത്തുകൾ അച്ഛൻ അനിൽകുമാറിനൊപ്പം ചേർന്ന് ചെറിയ പേപ്പർ പാക്കറ്റുകളിലാക്കിയാണ് സ്കൂളിലെത്തിച്ചത്. സ്കൂൾ പരിസരത്തും വിത്തുകൾ നട്ടു. ന്യൂസ് 18 ഇടുക്കി. 195 ലോകരാഷ്ട്രങ്ങളുടെയും ദേശീയ പതാകകൾ മനഃപ്പാഠമാണ് കാസർഗോഡ് ചെറുവത്തൂർ കുട്ടമത്ത് സ്വദേശിയായ പാർത്ഥിവിന്. ഏത് ദേശീയ പതാക ചൂണ്ടിക്കാണിച്ചാലും ഒറ്റ നിമിഷം പോലും ആലോചിക്കാതെ ഉടനടി ഏത് രാജ്യമാണെന്ന് പറയും ഈ 6 വയസ്സുകാരൻ. 2022 ഫുട്ബോൾ ലോകകപ്പ് മുതലാണ് പാർത്ഥിവിന് ലോകരാജ്യങ്ങളുടെ പതാകകളോട് കൗതുകം തോന്നി തുടങ്ങിയത്. ഓരോ ടീമുകൾക്കുമൊപ്പം കാണിക്കുന്ന രാജ്യത്തിന്റെ പതാകകൾ ശ്രദ്ധാപൂർവം നിരീക്ഷിച്ച് ഓർത്തുവെക്കും. പിന്നീട് വീട്ടുകാരോട് പതാക കാട്ടി രാജ്യത്തിന്റെ പേര് പറയും. പാർത്ഥിവിന്റെ കഴിവ് കണ്ട് അത് പരീക്ഷിക്കാൻ തീരുമാനിച്ചത് അധ്യാപികമാരായ പ്രമീളയും നന്ദിനിയുമാണ്. 133 പതാകകൾ പോസ്റ്ററുകളാക്കി സഹപാഠികളെ കൊണ്ട് ചോദ്യങ്ങൾ ചോദിപ്പിച്ചു. ഒന്നുപോലും തെറ്റിക്കാതെ മുഴുവൻ രാജ്യങ്ങളുടെയും പേര് പറഞ്ഞ പാർത്ഥിവ് അധ്യാപകരെയും സഹപാഠികളെയും ഞെട്ടിച്ചു. ബ്രൂണൈ, കംബോഡിയ, ചൈന, ഇന്ത്യ, ഇന്തോനേഷ്യ, ഇറാൻ, ഇറാഖ്, ഇസ്രായേൽ, ജപ്പാൻ, ജോർദാൻ, കസാഖിസ്ഥാൻ, കുവൈറ്റ്. ഇപ്പോൾ 195 രാജ്യങ്ങളുടെയും ദേശീയ പതാകകൾ മനഃപ്പാഠമാക്കിയ പാർത്ഥിവ് രാജ്യങ്ങളുടെ തലസ്ഥാനം കൂടി പഠിച്ചെടുക്കുവാനുള്ള ശ്രമത്തിലാണ്. വിദേശ രാജ്യങ്ങളുടെ കറൻസികളും പഠിച്ചെടുത്ത് ചെറിയ പ്രായത്തിൽ തന്നെ വലിയ പരീക്ഷകൾ നേരിടാനുള്ള തയ്യാറെടുപ്പിലാണ് പാർത്ഥിവ്. അധ്യാപകരായ സനൂപ്, സരിത ദമ്പതികളുടെ മകനാണ്. ന്യൂസ് 18 ചെറുവത്തൂർ. ആസ്വാദകരെ കയ്യിലെടുത്തും കയ്യടി നേടിയും വേദിയിൽ നിറഞ്ഞാടിയ മങ്കമാരെ കാണാം ഇനി. പട്ടാമ്പി പടിഞ്ഞാറേ മഠം ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി നടന്ന തിരുവാതിരക്കളി ഏറെ ആസ്വാദ്യകരമായി. പുത്തൻ ചുവടുകളുമായുള്ള തിരുവാതിരക്കളിയും കൈകൊട്ടിക്കളിയുമാണിപ്പോൾ ഉത്സവങ്ങളും വേദികളും കീഴടക്കുന്നത്. പാട്ടിനും ഈണത്തിനും മാറ്റം വരുത്തുന്നതോടൊപ്പം വേഷവിധാനങ്ങളിലും പുതുമ കൊണ്ടുവന്ന് കയ്യടി നേടുകയാണ് മങ്കമാർ. പാലക്കാട് പട്ടാമ്പി പടിഞ്ഞാറേ മഠം ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി അരങ്ങേറിയ തിരുവാതിരക്കളിയിലാണ് വർണ്ണക്കാഴ്ചയായത്. തിരുവാതിരക്കളി കാണാൻ നിരവധി പേരാണ് ക്ഷേത്രാങ്കണത്തിലെത്തിയത്. 2 ആഴ്ച നീണ്ടുനിന്ന ഉത്സവം ഇന്ന് അവസാനിക്കും. ന്യൂസ് 18 പട്ടാമ്പി. കോഴിക്കോട് JCI മുക്കം മൈത്രി മുസ്ലിം ഓർഫനേജിൽ മെഗാ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. മുക്കം നഗരസഭ സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ജില M ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി മൂന്നാറിൽ ടൂറിസം ഇൻഫർമേഷൻ ഓഫീസിന് സമീപമുണ്ടായ തീപിടുത്തത്തിൽ DTPC നടത്തിവന്ന കട കത്തിനശിച്ചു. അഗ്നിരക്ഷാ സേനയെത്തി തീയണച്ചു. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് തീപിടുത്തത്തിലുണ്ടായത്. പഴയ മൂന്നാർ ടൗണിൽ കഴിഞ്ഞ രാത്രിയിലാണ് സംഭവം. ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന് കീഴിലുള്ള മൂന്നാറിലെ ടൂറിസം ഇൻഫർമേഷൻ ഓഫീസിന് സമീപമാണ് തീപിടുത്തമുണ്ടായത്. ഇതോടെ ഇവിടെ പ്രവർത്തിച്ചിരുന്ന കട കത്തിനശിച്ചു. ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൽ നിന്നും സ്വകാര്യ വ്യക്തി വാടകയ്ക്കെടുത്ത് നടത്തിയിരുന്ന കടയിലാണ് തീപിടുത്തമുണ്ടായത്. തീപിടുത്തമുണ്ടായത് എങ്ങനെയെന്ന കാരണം വ്യക്തമല്ല. രാത്രി ഇതുവഴി സഞ്ചരിച്ച പോലീസ് സംഘമാണ് കടയ്ക്കുള്ളിൽ നിന്നും പുക ഉയരുന്നത് ശ്രദ്ധിച്ചത്. ഇതോടെ വിവരം അഗ്നിരക്ഷാസേനയെ അറിയിച്ചു. തുടർന്ന് നല്ല തണ്ണിയിൽ നിന്നും അഗ്നിരക്ഷാസേനയെത്തി കടയുടെ ഷട്ടർ തകർത്ത് അകത്ത് പ്രവേശിച്ച് തീ അണയ്ക്കുകയായിരുന്നു. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം തീപിടുത്തത്തിലുണ്ടായതായി കണക്കാക്കുന്നു. തീ മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കാതിരുന്നത് കൂടുതൽ അപകടം ഒഴിവാക്കി. പ്രദേശത്ത് താമസിച്ചിരുന്ന ഒരു കുടുംബത്തോട് സംഭവത്തെ തുടർന്ന് സുരക്ഷിത സ്ഥലത്തേക്ക് മാറാൻ നിർദ്ദേശം നൽകിയിരുന്നു. ന്യൂസ് 18 മൂന്നാർ.
താനൂർ ബോട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച ജസ്റ്റിസ് VK മോഹനൻ കമ്മീഷൻ പൊതുജനങ്ങളിൽ നിന്നുള്ള തെളിവെടുപ്പ് ഇന്ന് തുടങ്ങും. തെളിവെടുപ്പ് പൂർത്തിയാക്കി 3 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ശ്രമമെന്ന് ജസ്റ്റിസ് VK മോഹനൻ പറഞ്ഞു. 2023 മെയ് 7-നായിരുന്നു 22 പേരുടെ ജീവനെടുത്ത താനൂർ ബോട്ട് ദുരന്തം നടന്ന് 2 വർഷം തികയാൻ മാസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് അപകടത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് VK മോഹനൻ കമ്മീഷൻ പൊതു തെളിവെടുപ്പിലേക്ക് കടക്കുന്നത്. 103 സാക്ഷികളുടെ തെളിവെടുപ്പ് ഈ മാസം 30 വരെയുള്ള തീയതികളിൽ തിരൂരിൽ വെച്ച് നടക്കും. ബോട്ട് അപകടത്തെക്കുറിച്ച് പങ്കുവയ്ക്കാനുള്ള വിവരങ്ങൾ എല്ലാം പൊതുജനങ്ങൾ പങ്കുവയ്ക്കണമെന്നും കമ്മീഷനോട് സഹകരിക്കണമെന്നും ജസ്റ്റിസ് VK മോഹനൻ അഭ്യർത്ഥിച്ചു. ചില നടപടിക്രമങ്ങളിൽ കാലതാമസമുണ്ടായി എന്ന് അഭിപ്രായപ്പെട്ട അദ്ദേഹം അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഏറെ വൈകില്ലെന്നും പറഞ്ഞു. പ്രവർത്തനത്തിൽ നീണ്ടുപോയിട്ടില്ല, അത്രേ ഉള്ളൂ. ഇത് പൂർത്തിയായി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ഒരു 3 മാസത്തിനുള്ളിൽ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഈ സാക്ഷി വിസ്താരം കൂടുതലായിട്ട് വേണ്ടി വരുമല്ലോ. അപ്പം അവരുടെ സൗകര്യം അത് അതിൻ്റെ വിചാരണ, ചീഫ് എക്സാമിനേഷനും ക്രോസ് എക്സാമിനേഷനും സാക്ഷികളുടെ പ്രസൻസ്, ഇതെല്ലാം അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഘടകങ്ങളാണല്ലോ. ആവശ്യമായ രേഖകൾ സമർപ്പിച്ചാൽ പരിക്കേറ്റവർക്ക് സർക്കാർ ചികിത്സാ സഹായം ലഭ്യമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പൈസ കിട്ടിയിട്ടില്ല എന്നുള്ള പരാതി ഉണ്ടെങ്കിൽ ഗവൺമെൻറ്റിന് മുമ്പാകെ ഈ ഓർഡറിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഓർഡർ കൊടുത്തുകൊണ്ട് ഗവൺമെൻറ്റിന് മുമ്പാകെ ആവശ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും ഗവൺമെൻറ് അത് അനുകൂലമായിട്ട് പരിഗണിച്ചിട്ട് അർഹമായിട്ടുള്ള തുക കൊടുക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ജലഗതാഗത മേഖലയിൽ വേണ്ട സുരക്ഷാ നിർദ്ദേശങ്ങൾ കൂടി നടപ്പിലാക്കുവാൻ വേണ്ടിയാണ് വിശദമായ അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തുന്നത്. ന്യൂസ് 18 മലപ്പുറം. ഈ ദിവസത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്കൊക്കെ കടക്കും മുൻപ് ഇനി നമുക്ക് നല്ല വാക്ക് കേൾക്കാം. ഒരിക്കൽ ഒരാൾ തൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ കൂട്ടിൽ പക്ഷി ഉണ്ടായിരുന്നു. പക്ഷിയോട് വാത്സല്യം തോന്നി കുറച്ച് ഭക്ഷണം എടുത്ത് ആ കുട്ടിൻ്റെ കിളിയെ കയ്യിലെടുത്തിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കിളി പറഞ്ഞു, നീ എന്നെ നിൻ്റെ പുറത്ത് വിട്ടാൽ നിനക്ക് 3 കാര്യങ്ങൾ പറയാൻ തരാം. വളരെ വിലപ്പെട്ട, ഒരിക്കലും നഷ്ടപ്പെടാത്ത ഉപദേശം പറഞ്ഞു തരാം. പക്ഷെ നീ വിട്ടാലേ പറയത്തുള്ളൂ. അപ്പം ഇദ്ദേഹം കിളിയെ വിട്ട്. കിളി എന്നൊരു വൃക്ഷത്തിൻ്റെ കമ്പിലിരുന്നിട്ട് പറഞ്ഞു, ആദ്യത്തെ ഉപദേശം നീ മനസ്സിലാക്കുക, കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് നീ ഓർത്ത് വിഷമിക്കാൻ പാടില്ല. രണ്ടാമത്, നീ ആരെയും വിശ്വസിക്കരുത്, പറയുന്ന അതേപോലെ നീ വിശ്വസിക്കരുത്, ചിന്തിച്ച് ഉൾക്കൊള്ളാൻ പാടുള്ളൂ. കാരണം എൻ്റെ ഉള്ളിൽ 2 വിലമതിക്കാനാകാത്ത വലിയൊരു രത്നമുണ്ട്. എന്നെ കൊന്നെങ്കിൽ നിനക്ക് ആ രത്നം എടുക്കാമായിരുന്നു. അപ്പോൾ ഇദ്ദേഹം വല്ലാണ്ട് വിഷമിച്ചു. ഈ കിളിയെ വിട്ടത് തെറ്റായിപ്പോയി, ഇനി കൊന്നെങ്കിൽ രത്നം എടുക്കാമായിരുന്നല്ലോ എന്ന് വിഷമിച്ചു. അപ്പോൾ വീണ്ടും ഇദ്ദേഹം ചോദിച്ചു, അങ്ങനെ 3ാമത്തെ ഉപദേശം ഉണ്ടല്ലോ, 3ാമത്തെ ഉപദേശം എന്ന് പറയും, നിന്നോട് ഞാൻ കഴിഞ്ഞുപോയ കാലത്തെ ഓർത്ത് വിഷമിക്കരുതെന്ന് പറഞ്ഞു. നീ അത് ഓർത്ത് വിഷമിച്ചു. പിന്നെ പറഞ്ഞത്, ആര് പറയുന്നു വിശ്വസിക്കരുത് എന്ന് പറഞ്ഞു. ചിന്തിച്ച് നീങ്ങാവുള്ളൂ. നീ എന്നെ ഈ ചെറിയ ശരീരത്തിൽ 2 വലിയ രത്നം എങ്ങനെ ഇരിക്കുമെടാ, ഇത് പറഞ്ഞ 2 നീ മനസ്സിലാക്കാൻ പറ്റിയില്ല, അത് ഉൾക്കൊണ്ടതുമില്ല, മനസ്സിലാക്കിയതുമില്ല. അപ്പം ഇങ്ങനെയുള്ളവരെ ഉപദേശിച്ചിട്ട് എന്താ അർത്ഥം? 2 ഉപദേശം വെച്ച് ഞാൻ അനുഭവത്തിൽ കൂടി പഠിച്ചു. ഞാൻ പോകാൻ കൊണ്ട് കിളി പോവാണ്. ഇതുപോലെ നമ്മൾ എല്ലാവരിലും ഈ നിധിയുണ്ട്. ഈ നിധി ഉള്ളി വെച്ചുകൊണ്ട് കഴിഞ്ഞ കാലവും ഓർത്ത് വിഷമിച്ചും ആ നിധിയെ നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ്. എന്നിട്ട് ഇങ്ങനെ പറ്റിപ്പോയല്ലോ നോർത്ത് വിഷമിക്കുകയും ചെയ്യും. ആണ് വർത്തമാനത്തിൽ കഴിയാൻ പറയുന്നത്. ഈ നിമിഷം മാത്രമേ നമുക്കുള്ളൂ. നമ്മൾ എപ്പോഴും എടുത്തു പറയുന്നതാണ്, അടുത്ത ശ്വാസം പോലും നമ്മളുടെ അല്ല. ഈ നിമിഷത്തെ വിവേകമാണ് ശരിയായ ആയുസ്. അതിലാണ് നമ്മുടെ ജീവിതം ഇരിക്കുന്നതെന്ന് എപ്പോഴും എടുത്ത് പറയും. മനുഷ്യത്വവും സൽഗുരുലാഭവും ഒരു മനുഷ്യരിൽ ലഭിക്കാവുന്ന ഏറ്റവും മഹാഭാഗ്യമാണ്. ആ ഭാഗ്യം സിദ്ധിച്ചാൽ പിന്നെ ലക്ഷ്യം പ്രാപിക്കാനായി ഒരു നിമിഷം പോലും പാഴാക്കാതെ പ്രയത്നിക്കണം. നമ്മുടെ പ്രയത്നം തന്നെയാണ് ആ കൃപയ്ക്ക് പാത്രമാകുന്നത്. ആ ഭാഗ്യം ലഭിക്കണമെങ്കിൽ നമ്മൾ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കണം. അവിടെ ഒരു സത്രമുണ്ട്,
12 മണി വരെ ആര് വന്നാലും ഭക്ഷണം ഫ്രീ ആയിട്ട് കൊടുക്കും. 12 മണി കഴിഞ്ഞാൽ സത്രം അടയ്ക്കും. പിന്നെ ആരെങ്കിലും വന്നാൽ ബെല്ലടിച്ചാൽ സത്രം തുറക്കും. ഒരു മണി തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ബെല്ലടിച്ചാൽ സത്രം തുറന്ന് ഭക്ഷണം കൊടുക്കും. പക്ഷെ ഒരു പയ്യനാണ് വന്നത്, അനാഥ പയ്യൻ. അവൻ വന്നപ്പോൾ സത്രം അടച്ചു പോയി. ചിലം വൈകി വന്നു. അപ്പോൾ അവൻ എന്ത് ചെയ്ത്, ഈ മണി വലിയ പൊക്കത്തിലുള്ളതാണ്. അപ്പോൾ അവൻ്റെ കയ്യെത്തുന്നില്ല. അപ്പോൾ അവൻ ഓരോ തടി കഷ്ണങ്ങളും അവിടെ കടന്ന് ഓരോ തടി കഷ്ണം കൊണ്ടിട്ടിട്ട് കയറി നിന്ന് അടിക്കാൻ നോക്കി. എത്തിയില്ല. പലയിടത്തും പോയി തിരഞ്ഞു പിടിച്ച് പിന്നെ ഓരോ കഷ്ണങ്ങൾ കൊണ്ടുവന്ന് വെച്ച് ശ്രമിച്ചുകൊണ്ടേയിരുന്നു. കയറി ഇട്ടാൻ ചെറിയ വടി എടുത്തുകൊണ്ട് വന്ന് തട്ടിക്കാൻ നോക്കി. എന്നിട്ട് മണി എത്തുന്നില്ല. അത് ശ്രമിച്ച് കുഴഞ്ഞ് പിന്നെ ഇറങ്ങി. എന്താ മാർഗം? വിശക്കുകയും ചെയ്യുന്നു. എന്താണ് മാർഗം? എന്നിട്ട് ദൂരോട്ട് മാറി ഓരോ കല്ലെടുത്ത് മണിയുടെ ഉന്നം നോക്കി അറിയാൻ തുടങ്ങി. മണി പോയി തട്ടുമ്പോൾ ശബ്ദം കേൾക്കുമല്ലോ എന്ന് വെച്ച്. പക്ഷെ ആ മണി പോയി തട്ടുന്നില്ല. ഇവൻ എറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ എറിഞ്ഞ് ശ്രമിച്ചുകൊണ്ടേയിരുന്നവൻ. അപ്പം ഇതെല്ലാം കൊണ്ട് ഒരാൾ നിൽപ്പുണ്ടായിരുന്നു പറയുന്നത്. അയാളുടെ മനസ്സലിഞ്ഞ് കഷ്ടമായി, കുട്ടി ഇത്രയോ കഷ്ടപ്പെടുന്നത്. അയാൾ വന്ന് എടുത്തിട്ട് മണി അടിച്ച് സത്രം തുറന്ന് ഭക്ഷണം കിട്ടി. ഇതുപോലെ നമ്മൾ വൈകിയാണല്ലോ നമ്മുടെ ഭാഗത്തുനിന്ന് പ്രയത്നിച്ചാൽ കൃപയുടെ കവാടം തുറക്കും. ആ കൃപയ്ക്ക് ഉള്ള ശക്തിയും അനുഗ്രഹവും ഒക്കെ കൊണ്ടാകട്ടെ. കൃപ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.